നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ടൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനെ ഞെട്ടിച്ച് പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവദമ്പതികളുടെ കൊടും ക്രൂരത. 2 യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ചു. കെട്ടിത്തൂക്കിയും നഖത്തിനിടയിൽ മുട്ടുസൂചി കുത്തിയും സ്വകാര്യ ഭാഗങ്ങളിൽ സ്റ്റേപ്ലർ അടിച്ചും പീഡനം. പ്രതികളായ ജയേഷും രശ്മിയും അറസ്റ്റിൽ. രശ്മിയുമായി യുവാക്കൾ സെക്സ് ചാറ്റ് നടത്തിയതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് സംശയം. നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA പങ്കെടുത്തേക്കില്ല. സഭയിലെത്തിയാൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. രാഹുലിന് പ്രതിപക്ഷ നിരയ്ക്ക് പിന്നിലായി പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്ന് സ്പീക്കർ. പോലീസ് മർദ്ദനം ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷം. വനം വന്യജീവി ബില്ലിൽ സംസ്ഥാന സർക്കാർ നിലപാട് പ്രഹസനമെന്ന് TMC നേതാവ് PV അൻവർ. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. വന്യജീവി ശല്യത്തെ നേരിടാൻ നിലവിലുള്ള അധികാരം പോലും സർക്കാർ വിനിയോഗിക്കുന്നില്ലെന്ന് PV അൻവർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറുക്കനെ അന്വേഷിക്കുന്നതിന് പകരം കോൺഗ്രസിലെ കോഴികളെ അന്വേഷിക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ. കോഴികളെ പിടിച്ച് കൂട്ടിലടക്കണമെന്നും V മുരളീധരൻ. ഹൈക്കോടതി നിർദ്ദേശം ഭക്തർക്ക് കടുത്ത നിയന്ത്രണം. 19, 20 തീയതികളിൽ 10,000-ൽ താഴെ മാത്രം ഭക്തർക്ക് പ്രവേശനം അനുവദിച്ച് വെർച്വൽ ക്യൂ ബുക്കിംഗ് ബ്ലോക്ക് ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജികൾ. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ചുകൊന്ന കാർ ഓടിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ. വാഹനമോടിച്ചത് പാറശാല SHO P അനിൽകുമാർ എന്ന് വ്യക്തമാകുന്ന നിർണായക ചിത്രം 24-ന്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ SP-യുടെ ശുപാർശ. ദക്ഷിണ മേഖല IG-ക്ക് റിപ്പോർട്ട് കൈമാറി. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മരിച്ച രാജന്റെ കുടുംബം. ആത്മഹത്യ ചെയ്ത DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ CPIM തയ്യാറെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കുടുംബം ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കും. CPIM നേതാക്കൾ NM വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും MV ജയരാജൻ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബം പുറത്തുവിട്ട ഓഡിയോയെക്കുറിച്ച് അറിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. KPCC നിയോഗിച്ച കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം അന്വേഷണം നടത്തി. അതിനായി കുടുംബത്തെ കണ്ട് സംസാരിച്ചുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യകൾക്ക് കാരണം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്കാരവും മൂല്യവും ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നും TP രാമകൃഷ്ണന്റെ കുറ്റപ്പെടുത്തൽ. തിരുവനന്തപുരം പാലോട് ചെറുമകൻ മുത്തച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ. ചെറുമകൻ സന്ദീപിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കൊല്ലത്ത് വൈദ്യ പരിശോധനയ്ക്കെത്തിച്ച പ്രതി പോലീസുകാരനെ മർദ്ദിച്ചു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ CPO റിയാസിനെയാണ് തെക്കുംഭാഗം സ്വദേശി സന്തോഷ് ആക്രമിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകളുടെ എണ്ണത്തിൽ വൻ വർധന. ഒരു ദിവസം സൈബർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് 1000-ലധികം പരാതി കോളുകൾ. തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടത് 750 കോടി രൂപയെന്നും സൈബർ ഓപ്പറേഷൻ SP അങ്കിത് അശോക് IPS 24-നോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ സുരക്ഷാ സേനയും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷങ്ങളിൽ കലാശിച്ചത് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്ററിനെ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ചു. ആക്രമണം ദുർഗിലെ ആരാധനാലയത്തിന് പ്രാർത്ഥനയ്ക്കിടെ. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് പാസ്റ്റർ. ലഹരി വിരുദ്ധ പോരാട്ടം ജ്യോതിർഗമയ തുടർന്ന് 24. ലഹരിക്കടിമയായ 18-കാരനെ കുറിച്ചുള്ള 24 വാർത്തയിൽ ഇടപെട്ട് വിമുക്തി തിരുവനന്തപുരം ജില്ലാ കോഓർഡിനേറ്റർ. വിദ്യാർത്ഥിക്ക് പ്രാഥമിക കൗൺസിലിംഗ് നൽകി. ലഹരിവേട്ട ശക്തമാക്കിയെന്ന് DGP റവട ചന്ദ്രശേഖർ 24-നോട്. നൈജീരിയൻ ലഹരി കേസിൽ കേരള പോലീസിന് നിർണായക വിവരങ്ങൾ കൈമാറി ഹരിയാന പോലീസ്. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KT ജലീൽ MLA-യും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിൽ ഇന്നും വാക്പോര്. KT ജലീൽ വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണോ എന്ന് വെല്ലുവിളിച്ച് PK ഫിറോസ്. ഭൂമി ഏറ്റെടുത്തത് UDF ഭരണകാലത്തെന്ന് ജലീൽ പറഞ്ഞത് പച്ചക്കള്ളമെന്നും PK ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി ഇടപാടിൽ ഏത് വിജിലൻസ് അന്വേഷണത്തിനും തയ്യാറെന്ന് ഡോക്ടർ KT ജലീൽ MLA.
മലയാള സർവകലാശാല ഭൂമി വിഷയം എന്തുകൊണ്ടാണ് ലീഗ് ഏറ്റെടുക്കാത്തതെന്ന് ജലീലിന്റെ വിമർശനം. ദുബായിലെ കമ്പനികളെക്കുറിച്ച് PK ഫിറോസ് മറുപടി പറയുന്നില്ലെന്നും ജലീൽ. നിവേദനം സ്വീകരിക്കാത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിയിൽ പ്രതികരണവുമായി വയോധികൻ തയ്യാട്ട് കൊച്ചുവേലായുധൻ. സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷ വാങ്ങിവെച്ചുകൂടെ എന്നും വേലായുധൻ. 2 വർഷം മുൻപ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് സഹായം തേടിയാണ് MP-ക്ക് വേലായുധൻ നിവേദനം നൽകിയത്. അതൊന്നും MP-യുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നടി റിനി ആൻഡ് ജോർജിന്റെ സമൂഹ മാധ്യമം അധിക്ഷേപ പരാതിയിൽ കർശന നടപടിയെടുക്കാൻ DGP-യുടെ നിർദ്ദേശം. ആരോപണ വിധേയർക്കെതിരെ കേസ് എടുക്കുമെന്ന് പോലീസ്. പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ്. പോലീസിനെതിരെ പരസ്യ പ്രതികരണവുമായി CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ. പോലീസ് പാവപ്പെട്ടവനെ ഉപദ്രവിക്കുന്നു, കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കുന്നുവെന്നും N അരുണിന്റെ വിമർശനം. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആക്കുളത്തെ നീന്തൽക്കുളം അണുവിമുക്തമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. മുഴുവൻ വെള്ളവും തുറന്നുവിടണം. നീന്തൽക്കുളം ഭിത്തി തേച്ചുരച്ച് ശുചിയാക്കണമെന്നും നിർദ്ദേശം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രിയങ്ക ഗാന്ധി MP. താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിലായിരുന്നു കൂടിക്കാഴ്ച. നോളജ് സിറ്റിയുടെ വളർച്ചയിൽ സഹായം ചെയ്യുമെന്ന് പ്രിയങ്ക ഗാന്ധി ഉറപ്പു നൽകിയതായി അബ്ദുൽ ഹക്കീം അസ്ഹരി. ഏകീകൃത കുർബാന വിവാദത്തെ തുടർന്ന് ഇടവക വികാരിയുടെ ചുമതലകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ രാജിവെച്ചു. കടമക്കുടി സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയാണ് രാജിവെച്ചത്. ബീഹാർ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. BJP ഇതര വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പ്രവാസികളുടെ വോട്ടുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും TP രാമകൃഷ്ണൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. RSS നേതൃത്വത്തിലിരുന്ന് ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയായാണ് CP രാധാകൃഷ്ണൻ വളർന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തൽ. കോയമ്പത്തൂർ കലാപവും പ്രതികാരവും CP രാധാകൃഷ്ണന്റെ കരിയറിൽ വഴിത്തിരിവായെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. മൂവാറ്റുപുഴ MLA-യുടെ ആവശ്യപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് SIയെ സസ്പെൻഡ് ചെയ്തു. മൂവാറ്റുപുഴ ട്രാഫിക് SHO KP സിദ്ദിഖിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി. റോഡ് ഉദ്ഘാടനത്തിന്റെ പേരിൽ മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് SIയെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ മാത്യു കുഴൽനാടൻ MLA. തനിക്കെതിരെ പകപോക്കാൻ CPIM SIയെ കരുവാക്കി. മൂവാറ്റുപുഴയിൽ നടന്നത് റോഡ് ഉദ്ഘാടനമല്ല, 5 മാസമായി അടഞ്ഞുകിടന്ന റോഡിൽ താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിട്ടതാണെന്നും മാത്യു കുഴൽനാടൻ. പോലീസ് അതിക്രമങ്ങളെ ആരും ന്യായീകരിക്കില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. അക്രമം ഉണ്ടായാൽ പോലീസ് അവിടെ ആക്ട് ചെയ്യും. പോലീസാണ് അക്രമം നടത്തുന്നതെങ്കിൽ അവിടെയും ആക്ട് ചെയ്യും. പോലീസിന്റെ മർദ്ദനമേറ്റ ചികിത്സ താൻ ഇപ്പോഴും നടത്തുന്നുണ്ട്. ആരും പോലീസ് ആക്രമണത്തെ അംഗീകരിക്കില്ലെന്നും AN ഷംസീർ. PV അൻവറിന് മറുപടിയുമായി KT ജലീൽ. തനിക്ക് അധ്യാപക ജോലി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിരമിച്ചതാണ്. ആഫ്രിക്കയിൽ പോയി സ്വർണം കുഴിച്ചെടുക്കാനൊന്നും തനിക്ക് കഴിയില്ല. താൻ മലബാറിലെ വെള്ളാപ്പള്ളിയെങ്കിൽ PV അൻവർ മലബാറിലെ PC ജോർജ് എന്നും KT ജലീൽ. CPIM ഡൽഹി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. മുതിർന്ന നേതാവ് ബൃന്ദ കരട്ടാണ് മേജർ ജയ്പാൽ സിംഗ് ഭവന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഇടുക്കി പനംകുട്ടിക്ക് സമീപം KSRTCയുടെ ഉല്ലാസയാത്രാ ബസ് നിയന്ത്രണം വിട്ട അപകടം. 16 പേർക്ക് പരിക്കേറ്റു, 3 പേരുടെ നില ഗുരുതരം. കണ്ണൂർ പയ്യന്നൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് ഉല്ലാസയാത്രയ്ക്കെത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2013 ഡോക്ടേഴ്സ് നടത്തിയ പഠന റിപ്പോർട്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു. അന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. അന്നത്തെ സർക്കാരിനെ നേരിട്ട് അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല എന്നത് പ്രശ്നമല്ലേ എന്ന് ആരോഗ്യമന്ത്രിയുടെ ചോദ്യം. 163-അംഗ BJP സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ച് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഭാരവാഹി പട്ടികയിൽ നിന്ന് തഴഞ്ഞ പ്രമുഖ നേതാക്കളെ നാഷണൽ കൗൺസിലിലേക്ക് പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കി. V മുരളീധര പക്ഷത്തിലെ നാരായണൻ നമ്പൂതിരിയും C ശിവൻകുട്ടിയും P രഘുനാഥും സംസ്ഥാന കമ്മിറ്റിയിൽ. കോഴിക്കോട് തിരുവങ്ങൂരിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. അത്തോളി സ്വദേശി മേക്കോത്ത് ഹാരിസ് ആണ് പിടിയിലായത്. കയറ്റുമതി സാധ്യതകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഉച്ചകോടിയിൽ തീരുമാനം. ഇന്ത്യ റീജിയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന കേരള ബിസിനസ് സമിറ്റിയിലാണ് തീരുമാനം.
പത്തനംതിട്ട തുമ്പമൺ കമ്മ്യൂണിറ്റീസ് ഹെൽത്ത് സെന്ററിൽ പുതിയ വാട്ടർ പ്യൂരിഫയർ ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് റോണി സാക്രിയ. തുമ്പമൺ പ്രവാസി അസോസിയേഷൻ തുമ്പക്കുടം ബഹ്റൈൻ സൗദിയ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാം തവണയാണ് ഹെൽത്ത് സെന്ററിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകുന്നത്. എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാജേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മലപ്പുറം എടവണ്ണയ്ക്കടുത്ത് ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞ് കാണാതായ ഡ്രൈവറെ കണ്ടെത്തി. തൂവക്കാട് റഹ്മത്ത് ക്രഷറിലാണ് അപകടം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഡ്രൈവറെ കണ്ടെത്തിയത്. പാലക്കാട് കുന്നത്തൂർമേടിൽ ആന ഇടഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളത്തിനിടെയാണ് ആന ഇടഞ്ഞത്. മലപ്പുറം ചാലിയാറിൽ ഷോക്കേറ്റ് ഒരാൾ മരിച്ചത് കാനക്കുത്ത് നഗറിലെ ശേഖർ. മലപ്പുറം തിരുവാലിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവാലി സ്വദേശി ഉണ്ണിയാണ് മരിച്ചത്. ഫേണിച്ചർ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലാണ് 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ പുതുശ്ശേരിയിൽ ഭാര്യയെ ആക്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ പുതുശ്ശേരി സ്വദേശി ദേവസിയാണ് മരിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചു. കണ്ണൂർ അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ KSRTC ബസ്സിൽ കാറിടിച്ച് കാർ യാത്രക്കാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശി പ്രവീൺ കുമാറാണ് മരിച്ചത്. പാലക്കാട് മലമ്പുഴയിൽ റോപ്പ് വേയിൽ സഞ്ചരിക്കുന്നതിനിടെ വീട്ടമ്മയുടെ 3 പവൻ സ്വർണ്ണമാല ചെക്ക് ഡാമിലേക്ക് വീണു. നീന്തൽ പരിശീലകൻ മുസ്തഫ മലമ്പുഴ സാഹസികമായി ചെക്ക് ഡാമിനടിയിൽ നിന്ന് മാല മുങ്ങിയെടുത്ത് ഉടമയ്ക്ക് നൽകി. മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റക്കൊമ്പൻ കാട്ടാന. ഇടമലക്കുടിയിലെത്തിയ കാട്ടാന ജീപ്പ് തടഞ്ഞു. വാഹനം പിന്നോട്ടെടുത്താണ് കാട്ടാനയ്ക്ക് വഴിയൊരുക്കിയത്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പനച്ചിപ്പാറ സ്വദേശി അഭിജിത്താണ് മരിച്ചത്. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ കയറി യുവാവ് ഡ്രൈവറെ മർദ്ദിച്ചു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി കായക്കൊടിയിൽ ജീപ്പ് മറിഞ്ഞു. 5 പേർക്ക് പരിക്കേറ്റവരെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ 3.5 ലക്ഷം ഭൂരഹിതരെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പിണറായി സർക്കാർ വഞ്ചിച്ചുവെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. പരപ്പനങ്ങാടിയിൽ സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടിയുടെ ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഭൂമി വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന അറിയിപ്പുകൾ നോക്കാം. പന്തളം സർക്കാർ ITIയിൽ ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ അസൽ രേഖകളുമായി ഓഫീസിൽ ബന്ധപ്പെടണം. പത്തനംതിട്ട വെൺകുറഞ്ഞി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഇംഗ്ലീഷ് മലയാളം ഇക്കണോമിക്സ് വിഷയത്തിലേക്ക്. അഭിമുഖം അടുത്ത മാസം 6-ന്. പത്തനംതിട്ട അയിരൂർ പഞ്ചായത്ത് സർക്കാർ LP സ്കൂളിൽ യോഗ കഥകളി മുദ്ര പരിശീലന ക്ലാസ് നടക്കും. പരിശീലന ക്ലാസ് നടക്കുക ഈ മാസം 19-ന്. പത്തനംതിട്ട ശിശുക്ഷേമ സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കും. യോഗം നടക്കുക ഈ മാസം 15-ന്. ആലപ്പുഴ തലവടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് അഗ്രികൾച്ചറൽ തസ്തികയിലേക്ക്. അഭിമുഖം ഈ മാസം 16-ന്. പത്തനംതിട്ട അരൂക്കുറ്റി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറപ്പി വിഭാഗത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 20-ന്. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ കായിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 18-ന്. പാമ്പാടി RIT എഞ്ചിനീയറിംഗ് കോളേജിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഗ്രേഡ് 1 ഇൻസ്ട്രക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഇക്കണോമിക്സ് വിഭാഗത്തിലേക്ക്. എറണാകുളം പുല്ലുവഴി ജയകേരളം HSSൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന്. ദേശീയ വാർത്തകൾ. ഝാർഖണ്ഡിൽ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാ സേന വധിച്ചു. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് ഒരു ഇൻസാസ് റൈഫിൾ കണ്ടെടുത്തു. TSPC നക്സൽ ശശികാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത പാക് പഞ്ചാബിലെ ലഷ്കർ-ഇ-തൊയ്ബ ആസ്ഥാനം മർക്കസ് തൈബയുടെ പുനർനിർമ്മാണം തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. പ്രളയ ദുരിതാശ്വാസ ഫണ്ടുകൾ വകമാറ്റിയാണ് സംഘടന ആസ്ഥാനം പുനർനിർമ്മിക്കുന്നത്. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരണമെന്ന CPIM. തൃണമൂൽ കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ ശത്രുക്കളായി കാണണമെന്നും തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പരാമർശം. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ലെന്ന് ചിലർ പറയുന്നു.
പറഞ്ഞതിനും അപ്പുറം ചെയ്തു കിട്ടുന്നുണ്ടെന്ന് MK സ്റ്റാലിൻ. ലഖ്നൌ വിമാനത്താവളത്തിൽ വൻ ദുരന്തം ഒഴിവായി. ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനം റൺവേയിൽ നിന്ന് പറത്താൻ കഴിഞ്ഞില്ല. വേഗത്തിലെത്തിയ വിമാനം എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തുകയായിരുന്നു. രാജ്യാന്തര വാർത്ത. ലണ്ടനിൽ തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസിന്റെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ദ കിങ്ഡം എന്ന പേരിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലിയിൽ പരക്കെ അക്രമം. 26 പോലീസ് ഓഫീസേഴ്സിന് പരിക്ക്, 4 പേരുടെ നില ഗുരുതരം. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണത്തിൽ 48 പേർ കൊല്ലപ്പെട്ടു. ഫിലിപ്പൈൻസിന് മുന്നറിയിപ്പുമായി ചൈനീസ് സൈന്യം. ദക്ഷിണ ചൈന കടലിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കരുതെന്നുള്ള മുന്നറിയിപ്പാണ് സൈന്യം നൽകിയത്. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് ന്യൂസ്. GST പരിഷ്കരണത്തോടെ ആഡംബര കാറുകളുടെ വില കുത്തനെ കുറഞ്ഞു. BMW മിനി കൂപ്പറുകളുടെ വിലയിൽ 13.6 ലക്ഷം രൂപ വരെ കുറവ് രേഖപ്പെടുത്തി. കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കാനൊരുങ്ങി ഹണ്ടേ. 2030 ലോകമെമ്പാടും 21 ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കാനൊരുങ്ങി കമ്പനി. ഇന്ത്യയിലെ ക്ലിനിക്കൽ പരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാനൊരുങ്ങി റോച്ചി ഫാമ. 10 സർക്കാർ ആശുപത്രികളിൽ കൂടി പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. നോൺ ബൈൻഡിംഗ് കരാറിൽ ഒപ്പുവെച്ച് മൈക്രോസോഫ്റ്റും ഓപ്പൺ AI-യും. കരാർ ഓപ്പൺ AI പുനഃക്രമീകരിക്കുന്നതിനായി. ബീഹാറിൽ 2400 മെഗാവാട്ട് വൈദ്യുതി പദ്ധതി സ്ഥാപിക്കാൻ അദാനി പവർ. പദ്ധതിക്കായി $3 ബില്യൺ നിക്ഷേപിക്കാനൊരുങ്ങി അദാനി പവർ. ജർമ്മൻ കമ്പനിയായ ES Tech GmbH-നെ ഏറ്റെടുക്കാനൊരുങ്ങി ടാറ്റ ടെക്നോളജീസ്. 75 മില്യൺ യൂറോയ്ക്കാണ് ഏറ്റെടുക്കൽ. ജീവനക്കാർ ആഴ്ചയിൽ 3 ദിവസം ഓഫീസിലെത്തണമെന്ന് മൈക്രോസോഫ്റ്റ്. ഈ മാറ്റം ആദ്യം നടപ്പാക്കുക US-ൽ. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങിയ ഇന്ത്യ. 2 സ്വർണം ഉൾപ്പെടെ നേടിയത് 4 മെഡൽ. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ A ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ല. 1-ാം മത്സരത്തിൽ രജത് പട്ടിദാറും 2-3 മത്സരങ്ങളിൽ തിലക് വർമ്മയും ടീമിനെ നയിക്കും. വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യക്ക് തോൽവി. ചൈനയോട് ഇന്ത്യ തോറ്റത് 4-1. ബ്രിട്ടീഷ് ബോക്സിംഗ് ഇതിഹാസം റിക്കി ഹാട്ടൺ അന്തരിച്ചു. 46-കാരനായ റിക്കിയെ മാഞ്ചസ്റ്ററിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് തോൽവി. 8 വിക്കറ്റിനാണ് ഓസ്ട്രേലിയയുടെ ജയം. സൗരവ് ഗാംഗുലി വീണ്ടും ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്. 3-ാം തവണയാണ് ഗാംഗുലി പദവിയിലെത്തുന്നത്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ബേൺലിയോട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ചാമ്പ്യന്മാരായ ലിവർപൂൾ. 95-ാം മിനിറ്റിലെ മുഹമ്മദ് സലായുടെ പെനൽറ്റിയിൽ 1-0 ലിവർപൂളിന്റെ ജയം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹൈജമ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ സർവേഷ് കുഷാരെ. ഹൈജമ്പിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. മറ്റന്നാളാണ് ഫൈനൽ. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്ത. തമിഴ് ചിത്രം മീശ OTT-യിൽ. ചിത്രത്തിന്റെ സംവിധായകൻ MC ജോസഫ്. രജനീകാന്ത് ചിത്രം കൂലി OTT-യിൽ. ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, ആമിർ ഖാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് സിനിമാ നിർമ്മാണത്തിലേക്കും. ബേസിൽ തന്നെയാണ് നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ബുക്ക് ബൈ ഷോ ടിക്കറ്റ് സെയിൽസിൽ 40 ലക്ഷം കടന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഓണം റിലീസായി എത്തി 2 ആഴ്ചയ്ക്ക് ശേഷവും ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ചിത്രങ്ങൾ ഉയർത്തി ഈ പ്രതിഷേധം നടന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നു. ഈ വാർത്ത സിക്കിമിൽ നിന്നുള്ളതാണ്. നാളെ അറിയാം. കൊല്ലം ജില്ലയിലെ സർക്കാർ എയ്ഡഡ് ITI-കളിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാച്ചുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ. കൊല്ലം ഐവർകാല, പാകിസ്ഥാൻ മുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ പാതയുടെ നവീകരണത്തെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക നാളെ മുതൽ. വർക്കലയ്ക്കും പരവൂരിനും ഇടയിലുള്ള അസനാരോ റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചിടും. റെയിൽവേ ഗേറ്റ് അടച്ചിടുക നാളെ.
ഇടുക്കി അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ HSS വിഭാഗത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. ഇനിയിപ്പോൾ കിട്ടിയത് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ സുശീല കർക്കി തനിക്കും തന്റെ സംഘത്തിനും അധികാരത്തിൽ താൽപര്യമില്ലെന്നും 6 മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം പുതിയ പാർലമെന്റിന് കൈമാറുമെന്നും സുശീല കർക്കി. ഡൽഹിയിൽ വീണ്ടും ചൂട് കൂടുന്നു. താപനില 34.4 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇത് സീസണൽ ശരാശരിയേക്കാൾ 2.1 ഡിഗ്രി സെൽഷ്യസ് അധികമാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. അസമിൽ ഭൂചലനത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്ക് പരിക്കേറ്റു. 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് അസമിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 100 ന്യൂസ് പൂർത്തിയാവുന്നു.